ബ്രദറ് തൃശ്ശൂർ വന്നപ്പോ പറഞ്ഞ ഒരു ദൈവത്തിന്റെ വാഗ്ദത്താണ്. എന്റെ മകള് തീരെ ഒന്നിനും കഴിവില്ലാത്തതെന്ന് വെച്ചാല് മറ്റുള്ളവരെയൊക്കെ എന്താ പറയാ, അവൾ ഒരുപാട് പഴി നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് പാസ്റ്റർ അവളെ തലയിൽ വെച്ച് കൈവച്ച് പറഞ്ഞു, ഇവളെ ഞാൻ ആള് മാറിയവളെ പോലെ ആക്കും ദൈവം, ഇവളുടെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യും എന്നൊക്കെ അന്ന് ആ വാഗ്ദത്തം ഞാൻ കേട്ടു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളൊരു എൻഗേജ്മെന്റിന് പോയപ്പോ എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനിടയായി, ഈ മകള് ആകെ മാറിപ്പോയല്ലോ, ഇവള് ആള് മാറി ഇവളെ പോലെ ആയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറിയതിനായി ഞാൻ നന്ദി പറയുന്നു ബ്രദറെ. തന്നെ അന്ന് തൃശ്ശൂർ പ്രാർത്ഥന വെച്ച് മോക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ ഒരു പ്രവചനം അവൾക്ക് വേണ്ടി പറയുവാനും ഇടയായി തീർന്നു. അവൾ ആള് മാറിയവളെ പോലെ ആകുന്നു, അവളുടെ വസ്ത്രധാരണയ്ക്ക് പോലും വ്യത്യാസം വരുമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് സ്വന്തം കുടുംബം അല്ല പറഞ്ഞു, മറ്റുള്ളവരെ മോളെ പറ്റി പറഞ്ഞു അവൾ ആള് മാറിയവളായി തീർന്നല്ലോ എന്ന് പറയാൻ തകൻ ഇടയായി തീർന്നു. സിസ്റ്റർ, ഇത് കേട്ടത് ചെറുതാണ്, ഇതിനെയും വരാൻ വേണ്ടി പോകുന്ന വലിയ വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് ഇനിയും അത് ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം, ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷ്യം പറഞ്ഞാട്ടെ. ബ്രദറെ, ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളെ വീട്ടിലൊരു ഇതുണ്ടായേ. പെട്ടെന്ന് അനിയന്, ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് കയറാനിരിക്കുന്ന സമയത്ത് അനിയന് പെട്ടെന്നൊരു വയറുവേദനയും ഛർദിയും പോലെ അവനെ ഉണ്ടായിട്ട് വേഗം ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവര് പറഞ്ഞ് കിഡ്നി സ്റ്റോൺ ആയിട്ട് കൂടുതലാണ്, പിന്നെ ക്രിയാറ്റിന്റെ അളവും കൂടുതലാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ അവനൊരു, ഞാൻ പ്രാർത്ഥന വിഷയമായിട്ട് പറയില്ല, ഇതൊരു സാക്ഷ്യമായിട്ട് പറയുന്നത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് അവനെ ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടർ പരിശോധന കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് നമുക്ക് എന്തെങ്കിലും സർജറി ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് തിങ്കളാഴ്ച, ഡോക്ടർ രാത്രി 2 മണിയായപ്പോ വിട്ടു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങളിത് കൊണ്ടുപോയി വീണ്ടും ഇവനെ ഇതുകൊണ്ട് കാണിച്ചു. അപ്പൊ ഞങ്ങൾ ആ സമയത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവന് വേണ്ടി. അത് കഴിഞ്ഞ് ഇത് കാണിച്ച് എക്സ്റേ ഒക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോക്കിയപ്പം അങ്ങനെ ഒരു സംഭവമേ അവനില്ല. ആ കിഡ്നിയിൽ അങ്ങനെ ഒരു സ്റ്റോണും ഒന്നുമില്ല. ക്രിയാറ്റിന്റെ അളവൊക്കെ നോർമലായി, ഒരു വിഷയമില്ല. ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ച് മാറാന്നുള്ളൊരു വിഷയമുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്ന്, ഒരു ദൈവപ്രവൃത്തി. കർത്താവ് ഞങ്ങളുടെ വലിയ സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. ഇപ്പൊ കേട്ടതുപോലെ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ക്രിയാറ്റിന്റെ അളവ് കൂടുതലായിരുന്നു, കിഡ്നിക്ക് സ്റ്റോൺ ഉണ്ടായിരുന്നു, സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ അവർ വിശ്വസിച്ചത് പ്രാർത്ഥന വിഷയമായിട്ട് ഞാൻ പറയത്തില്ല, പകരം ഇത് സാക്ഷ്യമായിട്ട് പറയുന്നത് തീരുമാനമെടുത്ത് ഞാനതാ പറഞ്ഞു, നിങ്ങൾ കേട്ടത് എപ്പോഴാണ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്, അപ്പോൾ മുതൽ ആ ശക്തി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സർജറി ഒന്നും വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ നാമത്തിൽ ദൈവത്തൊട്ട് അത്ഭുതത്തിന് നന്ദി, പ്രവർത്തിച്ച സാക്ഷ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ഭുത സൗഖ്യത്തെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കൊല്ലത്തുനിന്ന് ജയ. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് ഒരാഴ്ചയായിട്ട് കാലിന് വലിയ വേദനയായിരുന്നു, പാദം താഴോട്ട് ഉറപ്പിക്കാനേ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ബ്രദറിന്റെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കാലിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ കർത്താവിന്റെ തിരു രക്തത്താൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ 1-2 ദിവസത്തേക്ക് കാലിൽ ഉറപ്പിക്കാനേ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒരു 2 ദിവസത്തിന് മുന്നേ എന്റെ കാല് പെട്ടെന്ന് സൗഖ്യമായി. പിന്നെ ഇതുവരെ ആ വേദന വന്നില്ല. ഞാനിങ്ങനെ 2 കിലോമീറ്റർ, എനിക്ക് ജോലിയുണ്ട് അംഗൻവാടി, ഇപ്പം ബസ്സില്ലാത്തൊരു സ്ഥലത്തോട്ട് നടന്നു പോകണമായിരുന്നു. ഇപ്പൊ അന്ന് എനിക്ക് ഒരു ദിവസം നടക്കാനേ പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പം നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രദർ ഏപ്രിൽ 30-ാം തീയതി ഒരു ആലോചന പറഞ്ഞിരുന്നു, ഒരു ഗൗരി എന്ന മാതാവിന്റെ മകളുടെ കാര്യം. എന്റെ അമ്മയാണത്. അമ്മയുടെ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞു, അത് കേസ് കിടക്കുന്ന വസ്തു. ഞങ്ങളിപ്പോ 23 വർഷമായിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പൊ 23-ാം തീയതി അതിന്റെ ലാസ്റ്റ് തീർപ്പെന്നാ പറയുന്നത്. അതിന് അന്നൊരു അത്ഭുതം നടക്കണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. കുറെ വിഷയങ്ങളുണ്ട്. അന്നൊരു അത്ഭുതമാക്കി തന്നെ കർത്താവ് അത് മാറ്റും. പറഞ്ഞു തന്നെ കാലിന് ബുദ്ധിമുട്ടായിരുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്തോടെ കൈവച്ച് അതിനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ ആ വേദന പൂർണ്ണമായിട്ട് മാറി. ഇത് മാത്രമല്ല, ദൈവാത്മാവിന്ന് ഇടപെട്ടതുപോലെ തന്നെ ആ പേര് വെളിപ്പെടുത്തിയ പ്രിയ മാതാവിന്റെ ഭവനമാണ്.
23 വർഷമായിട്ടുള്ള കേസ് സിസ്റ്റർ കർത്താവ് ഇടപെട്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ അത്ഭുതമായത് തീർക്കുന്നത് ലോകമല്ല, ദൈവമാണ് തീർക്കൽപ്പിക്കുന്നത്. നമുക്ക് അനുകൂലം പറയണം, ദൈവം എനിക്ക് ആമേൻ അനുകൂലമായത് എനിക്ക് അനുകൂലമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ്. ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ബ്രദറെ പറഞ്ഞു ബ്രദറെ ഹലോ 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 പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, ഞാനൊരു പ്രാർത്ഥന. ഹലോ പറഞ്ഞു ബ്രദർ പറഞ്ഞു ഹലോ. കേൾക്കുന്നുണ്ട്, ഇന്നലെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്നലെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ, ഒരു പരിപാടി. അപ്പൊ അതിൽ അവര് മൊബൈല് ഒരു പുത്രന്റെ അടുത്ത് കൊടുത്തു പറഞ്ഞു. പക്ഷെ ആ പയ്യൻ പറഞ്ഞു എന്റെ അടുത്ത് തന്നിട്ടില്ലാന്ന്. പിന്നെ അവിടെ ആകെ ഒരേ ടെൻഷനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, ലഭിച്ചു എന്ന് വിശ്വസിക്കുക, ഈ നിമിഷം തന്നെ ദൈവം പ്രവർത്തിക്കും പറഞ്ഞു. ആ പറഞ്ഞ് തീരുമ്പോഴേക്കും ഒരു മൊബൈൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു കേട്ടു ബ്രദർ. ദൈവം വലിയൊരു അനുഗ്രഹം അവിടെ തന്നെ. ഒരുപാട് നന്ദി പറഞ്ഞു ദൈവം. ഈ വചനം പറഞ്ഞ ആ നിമിഷം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ അവിടെ ആ മൊബൈൽ അവിടെ കൈവശിച്ചുകൊണ്ട് ഇന്ന കളറാണ്, ഗ്രീൻ കളറാണെന്നും പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷം. അല്ലെങ്കിൽ 10,000 മേലെ ആ മൊബൈൽ ഇപ്പൊ നഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് ഉണ്ടാകും എന്ന വചനത്താൽ കർത്താവ് അത് തുറന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇനിയും ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് ആ ഉറപ്പ് ദൈവം തരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞാൽ ബ്രദറെ പറഞ്ഞോ. ഇപ്പൊ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, 2 സഹോദരിമാരുടെ പേര്. ആ 2 സഹോദരിമാരുടെ പേര് അതെന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റേഴ്സ് ആണ് 2 പേര്. ഫ്രണ്ടിന് മ്യൂട്ടി മാറ്റി പറയാൻ പറ്റില്ല. അപ്പൊ എന്നെ വിളിച്ചിപ്പോ പറഞ്ഞു ബ്രദറിനോട് അത് ഏറ്റെടുത്തെന്ന് പറയാൻ പറഞ്ഞു. ചൈനീസും പറഞ്ഞ 2 പേരല്ലേ? അതെ അതെ. അത് കേൾക്കുന്ന അതിന്റെ അഞ്ചത്തിയാണ് സൂം മീറ്റിംഗ് കയറുന്നത്. അത് ഓക്കെ. സോറി അവരെ കർത്താവ് തൊടാൻ പോവാന്നാ പറഞ്ഞത്. ആ സഹോദരിക്ക് മുന്നോട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഈശ്വരൻ തോണം ആ പ്രവചന ആലോചന ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദർ എന്റെ മകളുടെ മകൾ ചെക്കപ്പിന് പോയായിരുന്നു ഈ മാസം 17-ാം തീയതി. അപ്പൊ ഡോക്ടർ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ മരുന്നിന്റെ ഡോസ് ഒക്കെ കുറച്ച് കൊടുത്തു. പിന്നെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായത് കൊണ്ടാണ് പിന്നെ സ്ഥിരം ഡെലിവറി വരെ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇഞ്ചക്ഷന്റെ ഡോസ് കുറച്ചു കൊടുത്തു. ഇപ്പൊ അവൾക്ക് നല്ല ആരോഗ്യവതിയാണ്. പിന്നെ ആദ്യം നല്ല ക്ഷീണവും ഭയങ്കര ഒരു ഇറിറ്റേഷനൊക്കെ ആയിരുന്നു. ഇപ്പൊ നല്ല ഉന്മേഷമുണ്ട്. 2-3 ദിവസം ഛർദി ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പൊ മാറി. ഇപ്പൊ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. കർത്താവ് അവളെ ഒരുപാട് സഹായിച്ചു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് വിളിച്ചു പറഞ്ഞ രോഗാവസ്ഥയിലായിരുന്നു. ദൈവം കൊടുത്ത വലിയ വ്യത്യാസത്തിന് നന്ദി, സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. പാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ നടുവിനും വയറ്റിന്റെ ഭാഗത്തായിട്ട് വേദനയായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഞാനായിരുന്നു. ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തൊട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. എന്റെ അനിയത്തിയുടെ മോക്ക് നെഞ്ചിനകത്ത് കുഞ്ഞിലെ ഓപ്പറേഷൻ ചെയ്ത് വാൽവ് ഹോള് അടച്ചതാ. ആ കൊച്ചിന് കല്യാണം പറഞ്ഞ ആ കൊച്ച് പിന്നെ എന്റെ ഇതവസ്ഥ പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടമുള്ള ചെറുക്കൻ എന്നെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച അവൾക്ക് കല്യാണം ഉറച്ചു. ഞാൻ ഒത്തിരി നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരുന്നു. നന്ദി കർത്താവ്. പ്രിയസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. നിങ്ങൾ കേട്ടതുപോലെ തന്നെ വലിയ ഭാരമായൊരു വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു കൂട്ടുദാസനെ ദൈവം കൊടുത്തല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും, അവർക്ക് മാത്രമല്ല എല്ലാവരെയും പ്രാർത്ഥിക്കുക. വലിയ സാക്ഷിയായിട്ട് കർത്താവ് നടത്തും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
ഞങ്ങളുടെ പറഞ്ഞോ. ഭവനത്തിൽ എല്ലാവർക്കും ഈ ദിവസങ്ങളിൽ പനിയായിരുന്നു. ഭയങ്കര പനിയെന്ന് പറഞ്ഞാൽ മോൾ 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ അവളെ പരിചരിച്ചു. പിന്നെ വീട്ടിൽ വന്ന അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, മോളുണ്ട്, കുഞ്ഞുണ്ട്, ഇവർക്കെല്ലാം ഫുഡ് വെക്കും. ആ പനി എനിക്കും കയറി പിടിച്ചു. അപ്പൊ ഞാൻ എന്നും 9 മണി കഴിയുമ്പോൾ നമ്മുടെ അപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ പനിയായിരുന്നു, ഒട്ടും വയ്യായിരുന്നു. പക്ഷെ എനിക്ക് ആരോടും പറയാനില്ല. അത് ഞാൻ നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ പനിയുടെ സമയത്ത് ചുമച്ചുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മ്യൂട്ടല്ലാത്തതുകൊണ്ട് ഇത് അൺമ്യൂട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കർത്താവിന്റെ അടുത്ത് തരാൻ എനിക്ക് സൗഖ്യം തന്നെ പറ്റി. ഇവിടെ ഞാൻ ആരോട് പണിക്ക് വിളിക്കാൻ ചെയ്യും. അതുപോലെ ഇവരെല്ലാം റെസ്റ്റ് എടുക്കുക, എനിക്കൊരു റെസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല. വീട്ടിലെ പണി ഒരു 3 മണിയാകും ഞാൻ ഫ്രീ ആകുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല നിങ്ങളോട് ആരോടും. അതുപോലെ 2 ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് പനി വന്ന വ്യക്തിയാണ് പറയത്തില്ല പാസ്റ്റർ. അതുപോലെ ചുമ എങ്ങനെ പോയി. ഞാനൊരു ആന്റിബയോട്ടിക് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. ചൂടുവെള്ളം ഇഷ്ടം പോലെ കുടിക്കുമായിരുന്നു ഈ വീട്ടിലെ പണി വഴി. ഇപ്പോഴും അവരാരും ശരിക്കും സൗഖ്യപ്പെട്ടില്ല. എന്റെ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഭയങ്കര ഒരു വിടുതൽ സൗഖ്യമാണ് കിട്ടി. എനിക്ക് ഓടി നടക്കാൻ ഒന്നിനും ഒരു കുഴപ്പമില്ല. ബാക്കി എല്ലാവർക്കും പനിയാണ്, അവരെല്ലാം മരുന്നും കഴിച്ചു. പക്ഷെ ഞാൻ തോന്നുമ്പോഴെപ്പോഴും ഒരു ഡോളോയുടെ ഗുളിക തിന്നുമെന്നുള്ളത് അല്ലാതെ യാതൊരു ഇതും ഇല്ലായിരുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം കിട്ടണം, സൗഖ്യം കിട്ടണം. കിട്ടി. പിന്നെ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പിന്നെ ഓരോ പാട്ട്, ദൈവത്തിന്റെ യേശുവിന്റെ ഓരോ പാട്ടും പാടി. ഞങ്ങൾ ഹൈന്ദവ ഫാമിലിയാണ്, പാടി നടന്നേ ഉള്ളൂ. എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് പനി വന്ന വ്യക്തിയാന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം എനിക്ക് ആരോഗ്യം, ബലം, കർത്താവിന്റെ ബലം എനിക്ക് തന്നു. അത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ദൈവത്തിന് കൊടാനുകൂടി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു ഞാൻ. നന്ദി കർത്താവെ. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ കുടുംബത്തിൽ എല്ലാവരും അസ്വസ്ഥതയിൽ ഭാരപ്പെട്ടെന്ന സഹോദരി എന്ത് ചെയ്തു? കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പനി വന്ന വ്യക്തിയുടെ തരത്തിൽ ഒരു മരുന്നും കഴിക്കാതെ തന്നെ പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുത്തത് അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഇനി ദൈവം ശക്തമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇന്ന് ഈ ടെസ്റ്റ് മണികൾ കേൾക്കുന്നവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 9 മണിക്ക് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. കർത്താവ് നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റും. നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കും.